തന്ത്രപ്രധാനമായൊരു മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നോട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് പ്രകാരം ഒക്ടോബർ 15-നും 17-നും ഇടയിൽ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന മിസൈലിന്റെ ദൂരപരിധി 3500 കിലോമീറ്ററോളം ആകാമെന്നാണ് വിവരം. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം നിരീക്ഷിക്കാൻ ചൈനയും യുഎസും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും ഈ മിസൈൽ പരീക്ഷണത്തെ ശ്രദ്ധിക്കാൻ കാരണം നോട്ട മുന്നറിയിപ്പ് 3 തവണ പരിഷ്കരിച്ചു വന്നതാണ്. ഒക്ടോബർ 6-ന് ആദ്യമിറക്കിയ മുന്നറിയിപ്പിൽ അപകട മേഖലയായി നിശ്ചയിച്ചിരുന്നത് 1480 കിലോമീറ്റർ ആയിരുന്നു. തൊട്ടടുത്ത ദിവസം ഈ മുന്നറിയിപ്പ് പുതുക്കി. അതിൽ ദൂരപരിധി 2520 കിലോമീറ്ററായി വർദ്ധിച്ചു. പിന്നാലെ ഇത് വീണ്ടും പുതുക്കി ദൂരപരിധി 3550 കിലോമീറ്ററാക്കി വർദ്ധിപ്പിച്ചു. ഈ നീക്കമാണ് യുഎസിനെയും ചൈനയെയും മിസൈൽ പരീക്ഷണത്തെ ശ്രദ്ധിക്കാൻ ഇടയാക്കിയത്. ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആകാമെന്നാണ് പ്രതിരോധ വിദഗ്ധർ കരുതുന്നത്. എന്നാൽ എന്ത് മിസൈലാണ് പരീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിട്ടില്ല. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള വെളിപ്പെടുത്തിയതിൽ ഏറ്റവും ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ എന്നത് അഗ്നി 5 ആണ്. 5000 കിലോമീറ്ററാണ് ഇതിൻ്റെ പ്രഹരപരിധി എന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും അതിനുമധികം പ്രഹരപരിധി ഉണ്ടെന്നാണ് ചൈനയും പാകിസ്ഥാനും ആരോപിക്കുന്നത്. നോട്ട മുന്നറിയിപ്പ് പ്രകാരം ഇന്ത്യ അഗ്നി 5 മിസൈലിൻ്റെ പ്രഹരപരിധി കൂടിയ പരിഷ്കരിച്ച പതിപ്പോ അല്ലെങ്കിൽ അഗ്നി 6 എന്ന പുതിയ മിസൈലിൻ്റെ പരീക്ഷണമോ ആകാമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. അഗ്നി 6 മിസൈൽ വികസന ഘട്ടത്തിലാണെന്നത് പരസ്യമായ രഹസ്യമാണ്. ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ, അതായത് MIRV സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മിസൈലാകും അഗ്നി 6 എന്നാണ് കരുതുന്നത്. ഏഷ്യ വൻകരയ്ക്കപ്പുറമുള്ള പ്രദേശങ്ങൾ പ്രഹരപരിധിയിൽ നിർത്തുന്ന തന്ത്രപ്രധാനമായ മിസൈലാകും അഗ്നി 6 എന്നാണ് കരുതുന്നത്. നിലവിൽ അഗ്നി മിസൈൽ പരമ്പരയിൽ ഇന്ത്യ നടത്തിയ അവസാന 2 പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു. സെപ്റ്റംബർ 25-ന് ഭാരം കുറഞ്ഞ 2000 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള അഗ്നി പ്രൈം എന്ന മിസൈൽ പരീക്ഷിച്ചിരുന്നു. നിലവിൽ ഉപയോഗത്തിലുള്ള അഗ്നി 1 മിസൈലിന് പകരക്കാരനായാണ് ഇതെത്തുക. ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തുന്നത് നിരീക്ഷിക്കാൻ യുഎസിൻ്റെയും ചൈനയുടെയും നിരീക്ഷണ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട്. ചൈനീസ് നിരീക്ഷണ കപ്പലായ യുവാൻ വാങ് 5 എന്ന കപ്പൽ മലേഷ്യയിലെ ക്ലാങ് തുറമുഖത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ യുഎസിൻ്റെ നിരീക്ഷണ കപ്പലായ ഓഷ്യൻ ടൈറ്റൻ എന്ന കപ്പൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനോടടുത്ത് എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഇന്ത്യ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചൈന നിരീക്ഷണം നടത്താറുണ്ട്. ഒരേസമയം ചൈനയ്ക്കും യുഎസിനും താല്പര്യമുള്ള ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നുവെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. മറ്റ് രാജ്യങ്ങളിലെ പ്രതിരോധ വൃത്തങ്ങളുടെ ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ട്. ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ താല്പര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി പ്രഹരപരിധി കൂടിയ മിസൈലുകളുടെ പരീക്ഷണം ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യ ഇത്തവണ ഒരു ദീർഘദൂര മൾട്ടി വാർഹെഡ് മിസൈലിൻ്റെ പരീക്ഷണമാണ് വിജയകരമായി നടത്തുന്നതെങ്കിൽ അതിനർത്ഥം ഒരു തന്ത്രപ്രധാനമായ മറ്റൊരു ആയുധത്തിന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നതാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.